11 kV ലൈനിൽ നിന്ന് ഷോക്കടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കിഡ്നിയുടെ പ്രവർത്തനം ഉൾപ്പെടെ നിലച്ചിരുന്നു. മരിച്ചെന്ന് കരുതി പള്ളിയിൽ ഖബർ കുഴിച്ചു. പക്ഷേ പിന്നീട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പതിയെ ജീവിതം തിരിച്ചുപിടിച്ചു. ആത്മവിശ്വാസം കൈമുതലാക്കി ജീവിക്കുന്ന അബ്ദുൽ അസീസിനെ പരിചയപ്പെടാം. രണ്ട് കൈകളില്ലെങ്കിലും ഇങ്ങനെ കാർ ഓടിച്ചു പോകാൻ അബ്ദുൽ അസീസ് ഒരുപാട് നാളായി ആഗ്രഹിച്ചതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ലഭിച്ചതോടെ ഏതൊരാളെപ്പോലെയും അനായാസം വാഹനമോടിക്കും. കൈകളില്ലാതെ വാഹനമോടിക്കാൻ ലൈസൻസ് നേടിയ കേരളത്തിലെ രണ്ടാമത്തെയാളാണ് അബ്ദുൽ അസീസ്. 16 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 4 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അബ്ദുൽ അസീസിന്റെ ജീവിതം തന്നെ ഇരുട്ടിലാക്കിയ അപകടം സംഭവിക്കുന്നത്. വീടിന് സമീപത്ത് അടക്ക പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയും കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതോടെ ഇനി കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ഈ ആള് മരണപ്പെടും, അപ്പോൾ രക്ഷപ്പെടാൻ മാർഗം ഇല്ല. ഇനി കോയമ്പത്തൂർക്കാണ് കൊണ്ടുപോകാനുള്ളത്, വലിയ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം. അങ്ങോട്ട് ഈ ആള് എത്തൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബോധം കെടുത്തിയപ്പോൾ ബോധം തിരിച്ചു കിട്ടാൻ വളരെയധികം വഴുകി. അപ്പോൾ നിങ്ങളുടെ മതപരമായ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഐങ്കലം പള്ളി നിവാസിയാണ് ഞാൻ. അപ്പോൾ അവിടെ ഖബർസ്ഥാനിൽ ഖബർ കൊയ്ക്കുകയും ചെയ്തു. പിന്നീട് ട്രീറ്റ്മെൻറ്റിലൂടെ സാവകാശം അള്ളാഹു ദീർഘായുസ്സ് തന്നതിൻ്റെ പേരിൽ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടായി. 6 മാസക്കാലം പൂർണ്ണമായും കിടപ്പിലായിരുന്നു. 2 കൈകൾ നഷ്ടമായി. കാലിന്റെ പരിക്കുകൾ മൂലം നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഉറച്ച മനസ്സോടെ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരടി നടക്കുമ്പോഴേക്കും താഴെ വീണു. പിന്നീട് അബ്ദുൽ അസീസ് ജീവിതത്തിലേക്ക് നടന്നു കയറി. സുഹൃത്തുക്കളാണ് അബ്ദുൽ അസീസിന്റെ കരുത്ത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇബ്രാഹിം എന്ന സുഹൃത്ത് നൽകിയ ഷോപ്പ് നടത്തുകയാണ് ഇപ്പോൾ അബ്ദുൽ അസീസ്. മനുഷ്യന്റെ മനസ്സാണ് മനുഷ്യന്റെ ആരോഗ്യം. മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് കുതിക്കാൻ ആർക്കും സാധിക്കൂല. അപ്പോൾ ഞാൻ മാത്രമേ 11 kV 11,000 കിലോവാട്ട് കറണ്ട് തട്ടിയിട്ട് രക്ഷപ്പെട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു വിവരം. എനിക്ക് എന്തൊക്കെ ഇവിടെ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ബാക്കി വെച്ചതിൻ്റെ പേരിലാവും ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും തളരുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധികളെയും മറികടക്കാനാകുമെന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അബ്ദുൽ അസീസ്. മരണത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നാണ് അബ്ദുൽ അസീസ് തിരിച്ചു വരുന്നതും ഇപ്പോൾ അതിജീവിച്ച് മുന്നേറുന്നതും. ക്യാമറമാൻ ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.